വേൾഡ്. എങ്ങനെ നമുക്കിന്ന് നാച്ചുറലായിട്ട് ചീപ്പായിട്ട് വീട്ടിലുള്ള സാധനം എടുത്ത് വെച്ച് ഒരു ഡിയോഡ്രൻറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നമുക്ക് കടയിൽ നിന്നെല്ലാം ചീപ്പായിട്ടും വെറും എല്ലാ സ്ഥലത്തും നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ ഡിയോഡ്രൻറ്റ്, പിന്നെ നമ്മൾ എന്തിനും വീട്ടിലുണ്ടാക്കണം? ആ ഡിയോഡ്രൻറ്റിൽ ട്രൈക്ലോസൺ, അലുമിനിയം, പാരബൺ പോലുള്ള കെമിക്കൽസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും കുട്ടി കുട്ടി പോർസ് ഉണ്ട്. ആ പോർസിനകത്തോടെ അത് ഇറങ്ങിപ്പോയി നമ്മുടെ ബ്ലഡിൽ കലരുകയും അങ്ങനെ നമുക്ക് പല പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതായത് PCOD, തൈറോയിഡ് ഇഷ്യൂസ്, ഹോർമോണൽ ഇൻബാലൻസ്, പീരിയഡ് പ്രോബ്ലംസ്, അതുപോലെ മെൻസിനും പല പല രോഗങ്ങൾ, അത് ഞാൻ പറയുന്നില്ല, ഇപ്പോൾ പല പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് യൂസ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം തടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വേർപ്പും, കുളിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയാൽ തന്നെ നല്ല വേർപ്പ് താറ്റവും ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകുമ്പോൾ അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഭാവിയുടെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. വേണ്ടത് നമ്മളെ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, നമ്മളെ കേക്കിലൊക്കെ ഇടാറുണ്ടല്ലോ ബേക്കിംഗ് പൗഡർ, അതാണ് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ ഈ അളവിന് തല തട്ടി എടുത്താൽ മതി. കണ്ടോ, ഇത്രയും 1 ടേബിൾ സ്പൂണിൻ്റെയും താഴെ എടുത്തിട്ടുണ്ട് ഞാൻ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കോൺഫ്ലവർ ആണ്. നിങ്ങൾക്ക് ആര്യ റൂട്ട് പൗഡറും എടുക്കാം, കൂവപ്പൊടി. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക. അതും നമ്മളിപ്പോൾ ഇട്ട അളവിനിട്ടിട്ട് 1.5 കറണ്ടി, അതും നമ്മൾ ബേക്കിംഗ് സോഡ 1 കറണ്ടി ആണല്ലോ ഇട്ടത്, 1.5 സ്പൂൺ എടുക്കുക. നിങ്ങൾ ഏത് സ്പൂൺ ഇട്ട് എടുക്കുന്നോ അതിട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 സ്പൂൺ കൂവപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ, ഇത് രണ്ടിലും എടുക്കുക. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഷിയ ബട്ടറാണ്. അത് 2 സ്പൂൺ എടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ടതുപോലെ 2 സ്പൂൺ ഷിയ ബട്ടർ എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പം കുറച്ച് എക്സ്ട്രാ ഉണ്ട്, അത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ വേറെ വെള്ളമോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഈ ഷിയ ബട്ടറിൽ തന്നെ നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് എല്ലാം മിക്സായി വരുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടും. പെട്ടെന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്ത് എസെൻഷ്യൽ ഓയിലോ ഉണ്ടോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടേത് ഇത് ഡിയോഡ്രൻ്റ് ആണല്ലോ, അപ്പോൾ അതിന് നല്ല മണം വേണമല്ലോ. നിങ്ങളുടെ കയ്യിൽ എന്ത് എസെൻഷ്യൽ ഓയിലുണ്ടോ അത് ഒഴിച്ചു കൊടുക്കും. ഞാൻ ഇവിടെ റോസ്മേരിയുടെ എസെൻഷ്യലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 തുള്ളിയെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 4 തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആഹാ, നല്ല മണം കാണാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു കൺസിസ്റ്റൻസി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ടൊന്നൊരു പേസ്റ്റ് പോലെ നമുക്കിവിടെ ഒരു ക്രീം, ശരിക്കും ഒരു നല്ലൊരു ക്രീം കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ആ മാവുകളൊന്നും ഒരിടത്തും കട്ടി ഇരിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിയോഡ്രൻറ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിനെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി വയ്ക്കാം. ചെറിയ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാത്റൂമിൽ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. എടുത്തൊരു ബോട്ടിലോട്ട് മാറ്റുകയാണ്. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ഡിയോഡ്രൻറ്റ് ഇവിടെ റെഡിയാണ്. ഇത് തികച്ചും നാച്ചുറലാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനം എടുത്ത് വെച്ച് ചെയ്യുന്നതാണ്.